ഹലോ ഓൾ, എല്ലാവർക്കും ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ജൂണിൽ കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എക്സാം എഴുതിയവർക്കും ക്വസ്റ്റ്യൻ കണ്ടവർക്കും ഒക്കെ അറിയാം അല്ലേ, ക്വസ്റ്റ്യൻസ് ഒരു ഹൈ സ്റ്റാൻഡേർഡ് ലെവലാണെന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാം എന്താണ്, ഇൻ ഡെപ്തിലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ബേസിൽ നിന്നൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവെന്ന് തന്നെ നമുക്ക് പറയാം. വളരെ ഒരു നെറ്റ് ലെവലിലൊക്കെ വളരെ ഡെപ്തിൽ പഠിച്ചവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് മാത്രമല്ല, ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ടല്ലേ, വായിച്ചതൊന്ന് മനസ്സിലാക്കാൻ തന്നെ ധാരാളം ടൈം വേണ്ടി വന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത് അല്ലേ. അതായത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രത്തോളം ക്വസ്റ്റ്യൻസ് എന്താണ്, മിക്കതും എന്തായിരുന്നു, സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലേ. അല്ലാതെ വൺ വേർഡ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ വളരെ കുറവായിരുന്നു, സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ചോദിച്ചിരുന്നത്. പിന്നെ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അത് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ തന്നെ പറ്റുന്നില്ലായിരുന്നു എന്നുള്ളത്. രണ്ട് ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് അല്ലേ, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു പാറ്റേണിലായിരുന്നു കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. എക്കോളജിയിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ, അതൊക്കെ കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ വായനാശീലം ഉള്ളവർക്കൊക്കെ ആയിരിക്കും അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വരുന്ന സർക്കിളിലൊക്കെ എന്തായിരിക്കും, ഇതുപോലെ തന്നെ ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം നമ്മൾ പഠിച്ച പാറ്റേണിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. അപ്പം എന്ത് ചെയ്യുക, പഠനം കുറച്ചും കൂടി അഡ്വാൻസ് ആക്കേണ്ട സമയമായി കഴിഞ്ഞു അല്ലേ. അഡ്വാൻസ്ഡ് ആക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും എന്താണ് അത് മനസ്സിലാക്കി, ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, സുക്രോസ് സിന്തസിസ് occurs in cytosol and starch synthesis in the chloroplastoma അല്ലെ. സൂക്രോസിന്റെ സിന്തസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസം അഥവാ സൈറ്റോസോളിലാണ്. അതുപോലെ തന്നെ സ്റ്റാർച്ചിന്റെ സിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്ട്രോമ. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. Yet the two processes are അല്ലെ intricately balanced. What factors shift the reaction in favor അല്ലെ. പക്ഷെ ഇത് രണ്ടിടത്ത് നടക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് റിയാക്ഷനും എന്താണ്, ഒരേപോലെ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം വാട്ട് ഫാക്ടർ ഷിഫ്റ്റ് ദ റിയാക്ഷൻ ഇൻ ഫേവർ ഓഫ് സ്റ്റാർച്ച് സിന്തസിസ് അല്ലെ. അപ്പൊ ഇത് രണ്ടിടത്ത് നടക്കുകയാണെങ്കിലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫേവർ ചെയ്യുന്നതിൽ സ്റ്റാർച്ച് സിന്തസിസിനെയാണ് ഫേവർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. അതായത് ലോ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഇൻ ദ സൈറ്റോസോൾ. സൈറ്റോസോളിലാണ് എന്ത് നടക്കുന്നത്, സൂക്രോസിന്റെ സിന്തസിസ് നടക്കുന്നത്. ആ സൈറ്റോസോളില് ലോ ഇനോർഗാനിക് ഫോസ്ഫേറ്റും അതുപോലെ തന്നെ ഹൈ ട്രയോസ് ഫോസ്ഫേറ്റ് എവിടെയുമാണ്, ക്ലോറോപ്ലാസ്റ്റിലുമാണ് എങ്കിലായിരുന്നോ സ്റ്റാർച്ചിന്റെ സിന്തസിസിനെ എന്ത് ചെയ്യുന്നത്, എൻഹാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേവർ ചെയ്യുന്നത്. അതോ ഹൈ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് സൈറ്റോസോളിലും ലോ ട്രയോസ് ഫോസ്ഫേറ്റ് ക്ലോറോപ്ലാസ്റ്റിലും ആവുമ്പോഴാണോ? ഇനി പ്രസൻസ് ഓഫ് ഹൈ ഇനോർഗാനിക് ആൻഡ് ട്രയോസ് ഫോസ്ഫേറ്റ് രണ്ടും ഹൈ ആയിട്ട് സൈറ്റോസോളിലുള്ളപ്പോഴാണോ, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഹൈ ഫോസ്ഫേറ്റ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ട്രൈഫോസ്ഫേറ്റ് ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ്, ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നായിരുന്നു ചോദിച്ചിരുന്നത് അല്ലെ. അപ്പം നമുക്ക് ഇതിന്റെ ആൻസർ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നല്ലേ. അപ്പം സൂക്രോസിന്റെ സിന്തസിസ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. നമുക്കൊന്നും ഡൗട്ട് ഇല്ലാത്തൊരു കാര്യമാണ്. സൂക്രോസ് സിന്തസിസ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിൽ നടക്കുകയും അതുപോലെ തന്നെ സ്റ്റാർച്ചിന്റെ സിന്തസിസ് എന്ന് പറയുന്നത് അല്ലെ, സ്റ്റാർച്ചിന്റെ സിന്തസിസ് എന്ന് പറയുന്നത് എവിടെയുമാണ് നടക്കുന്നത്, ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിലുമാണ് നടക്കുന്നത്. ഇതിന് രണ്ടിനും കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ട്. സൂക്രോസ് സൈറ്റോസോളിൽ സിന്തസൈസ് ചെയ്യണമെങ്കിലും സ്റ്റാർച്ച് സ്ട്രോമയിൽ സിന്തസൈസ് ചെയ്യണമെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്താണ്, രണ്ടിനും വേണ്ട റോ മെറ്റീരിയൽ അല്ലെ. റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ട്രയോസ് ഫോസ്ഫേറ്റ് ആണ്. ഇത് രണ്ടും സിന്തസൈസ് ചെയ്യണമെങ്കിൽ ആര് വേണം, ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ആവശ്യമാണ്. അതുകൂടാതെ അവിടെ എന്തുണ്ട്, ഒരു ട്രയോസ് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ട്രാൻസ്ലോക്കേറ്റർ ഉണ്ട്. എവിടെ, നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് മെംബ്രെയിനിൽ. അപ്പം ഈ രണ്ട് റിയാക്ഷനും നടക്കണമെങ്കിൽ റോ മെറ്റീരിയൽ ആയിട്ട് ട്രയോസ് ഫോസ്ഫേറ്റ് വേണം. ഇനി നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആരിരിപ്പുണ്ട്, ഈ ട്രയോസ് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ട്രാൻസ്ലോക്കേറ്റർ ഇരിപ്പുണ്ട്.
അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യും. ആരെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ട്രയോസ് ഫോസ്ഫേറ്റിനെയും ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. സ്ട്രോമയിലും സൈറ്റോസോളിലും വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയോ? അതായത് നമ്മൾ പറഞ്ഞത് സ്റ്റാർച്ച് സിന്തസിസ് ക്ലോറോപ്ലാസ്റ്റിലും നടക്കും, സുക്രോസിന്റെ സിന്തസിസ് സൈറ്റോസോളിലും നടക്കും. ഈ രണ്ടും രണ്ട് സ്ഥലത്തിലാണ് നടക്കുന്നതെങ്കിലും രണ്ടിനും എന്ത് ആവശ്യമായിട്ടുണ്ട്? ട്രയോസ് ഫോസ്ഫേറ്റിനെ ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ ക്ലോറോപ്ലാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൽ ഈ ഒരു എന്താണ് ഫോസ്ഫേറ്റ് ട്രാൻസ്ലോക്കേറ്റർ ഇരിപ്പുണ്ട്. അവിടെ വെറുതെ ഇരിക്കുകയല്ല, ഈ ട്രാൻസ്ലോക്കേറ്റർ എന്ത് ചെയ്യുക ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യാണ് അല്ലേ? ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെയും ഈ ട്രയോസ് ഫോസ്ഫേറ്റിനെയും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. ഏതൊക്കെ മെമ്പറൈനിൽ? ക്ലോറോപ്ലാസ്റ്റിൽ നിന്നും സ്ട്രോമയിലേക്കും എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സൈറ്റോസോളിൽ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഒത്തിരി ഉണ്ടെന്ന് വെച്ചോ. സൈറ്റോസോളിൽ എന്തുണ്ട്? ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കുറേ ഇരിക്കുകയെന്ന് വെച്ചോ. അപ്പം എന്ത് ചെയ്യും? അവിടേക്ക് കൂടുതലായിട്ട് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എങ്ങടേക്ക് എൻട്രി ചെയ്യും? ക്ലോറോപ്ലാസ്റ്റിലേക്ക് എൻട്രി ചെയ്യും. അപ്പൊ സൈറ്റോസോളിൽ എന്തുണ്ട്? കുറേ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് കുറേ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എവിടേക്ക് പോകും? ക്ലോറോപ്ലാസ്റ്റിലേക്ക് പോകും. അപ്പം സൈറ്റോസോളിൽ കുറച്ച് ഫ്രീ ആയില്ലേ? അപ്പൊ സൈറ്റോസോളിലേക്ക് എന്ത് കൊടുക്കും തിരിച്ച്? നമ്മുടെ ട്രയോസ് ഫോസ്ഫേറ്റിനെ കൊടുക്കും. ഇപ്പൊ ട്രയോസ് ഫോസ്ഫേറ്റ് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ സൈറ്റോസോളിലാണ് ഇരിക്കുന്നത്. അപ്പൊ സൈറ്റോസോളിൽ ട്രയോഫോസ്ഫേറ്റ് വന്നാൽ അവിടെ എന്താ നടക്കേണ്ടത്? സൂക്രോസിനെ സിന്തസിസ് ആണ് അവിടെ ഫേവർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു കണ്ടീഷൻ നോക്കി. ഇനി സൈറ്റോസോളിൽ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഒട്ടുമില്ല, വളരെ കുറച്ചല്ലേ ഉള്ളൂ. സോ എന്ത് ചെയ്യുന്നു? സ്ട്രോമയിൽ ട്രൈഫോസ്ഫേറ്റ് ആണെങ്കിൽ ഹൈ ആയിട്ട് വിരിക്കുകയാണ്. സോ ലെസ്, വളരെ കുറച്ച് ട്രൈഫോസ്ഫേറ്റ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? എക്സ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ അതെന്ത് ചെയ്യും? സ്റ്റാർച്ചിന്റെ പ്രൊഡക്ഷനെ ആയിരിക്കും മേക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിലേക്ക് ഒന്ന് തിരിച്ചു പോയേ. ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എന്താണ്? ലോ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് അല്ലേ? സൈറ്റോസോളിൽ ഒരുപാട് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഉണ്ടെങ്കിലാണ് എവിടേക്ക് വിടുന്നത്? നമ്മൾ എവിടേക്ക് വിടും? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിലേക്ക് വിടുന്നത്. ഇവിടെ ലോ ആണുള്ളത് അല്ലേ? സോ ഹൈ ട്രയോഫോസ്ഫേറ്റ് എവിടെയായിരിക്കും ഇരിക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിൽ. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിൽ ഹൈ ട്രയോസ് ഫോസ്ഫേറ്റ് ആണ് ഇരിക്കുന്നത്. അപ്പൊ ട്രയോസ് ഫോസ്ഫേറ്റ് എവിടാണോ കൂടുതൽ അവിടെ ആയിരിക്കും എന്ത് നടക്കുന്നത്? ആ ഒരു സിന്തസിസ് നടക്കുന്നത്. കാരണം ഇതുണ്ടെങ്കിൽ അതാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്ന മെയിനിൽ. അപ്പൊ ഇപ്പൊ ട്രയോസ് ഫോസ്ഫേറ്റ് എവിടാ കൂടുതലായിട്ടുള്ളത്? ക്ലോറോപ്ലാസ്റ്റിലാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിൽ എന്താ നടക്കുന്നത്? സ്റ്റാർച്ച് സിന്തസിസ് അല്ലേ നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റില്. സോ സ്റ്റാർച്ച് സിന്തസിസ് ക്ലോറോപ്ലാസ്റ്റിൽ നടക്കണമെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൽ കൂടുതലായിട്ട് ആര് വേണം? ട്രൈഫോസ്ഫേറ്റ് വേണം. ഇവിടുത്തെ കണ്ടീഷൻ മനസ്സിലായ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ എന്നല്ല, പക്ഷെ ഒരു ഡെപ്തിൽ ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഈ ട്രയോസ് ഫോസ്ഫേറ്റ് എവിടാണോ കൂടുതൽ അവിടെ നടക്കുന്ന പ്രോസസ് ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. ക്ലോറോപ്ലാസ്റ്റിക് കൂടുതലാണെങ്കിൽ അത് എന്തിനെ ഫേവർ ചെയ്യും? സ്റ്റാർച്ച് സിന്തസിനെ ഫേവർ ചെയ്യും. സൈറ്റോസോളിലാണെങ്കിൽ അത് എന്തിനെ ഫേവർ ചെയ്യും? നമ്മുടെ സുക്രോസ് സിന്തസിനെ ഫേവർ ചെയ്യും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏകദേശം മനസ്സിലായോ? ആ ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? അപ്പൊ ഇനി ഡെപ്തിൽ പഠിച്ചു തുടങ്ങേണ്ട ടൈം ആയിരിക്കുന്നു. സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. So second question, fluoroacetate is a metabolic poison capable of blocking the Krebs cycle. അല്ലെ? ഫ്ലൂറോഅസറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പോയിസൺ ആണ്. ആ പോയിസണിന് എന്തിനുള്ള കഴിവുണ്ട്? നമ്മുടെ ക്രെബ്സ് സൈക്കിളിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ? ക്രെബ്സ് സൈക്കിളിനെ എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയ്യും. So which enzyme get blocked by fluoroacetate in Krebs cycle? അപ്പൊ ക്രെബ്സ് സൈക്കിളിലെ ഏത് എൻസൈമിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ആ ക്രെബ്സ് സൈക്കിളിനെ അത് സ്റ്റോപ്പ് ചെയ്യിക്കുന്നത്? സക്സിനിക് ഡീഹൈഡ്രോജനേസ് അല്ലേ? അക്വനിറ്റേസ്, പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രോജനേസ്. ഏതിനെ ആയിരിക്കും? നമുക്കറിയാം ഫ്ലൂറോ അസറ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഫ്ലൂറോ അസറ്റേറ്റ് എന്ന് പറയുന്നത് ചില പ്ലാന്റ്സിലൊക്കെ കാണപ്പെടുന്ന ഒരു പോയിസൺ ആണ് ഈ ഫ്ലൂറോ അസറ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂറോ അസറ്റേറ്റ് ഫ്ലൂറോ അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഫ്ലൂറോ അസറ്റേറ്റ് എന്താവും? ഫ്ലൂറോ അസറ്റൈൽ കോഎൻസൈം എ ആവും. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഓക്സാലോ അസറ്റേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫ്ലൂറോസിട്രേറ്റ് ഫോം ചെയ്യും. ഈ ഫ്ലൂറോസിട്രേറ്റ് ആണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ടോക്സിക് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഫ്ലൂറോസിട്രേറ്റ് എന്ത് ചെയ്യും? നമ്മുടെ ക്രെബ്സ് സൈക്കിളിൽ സിട്രേറ്റിനെ ഐസോസിട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ആ എൻസൈം ആയിട്ടുള്ള അക്വനിറ്റീസിനെ അല്ലെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ബ്ലോക്ക്
ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫ്ലൂറോഅസറ്റേറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ് മെയിൻ ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്? ക്രബ്സ് സൈക്കിളിലെ അക്വിനിറ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ്. കാരണം അത് എന്താ ചെയ്യുന്നത്? സിട്രേറ്റിനെ ഐസോസിട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈമാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഫ്ലൂറോസിട്രേറ്റ് ആണ് എന്തിനെ ബ്ലോക്ക് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ അക്വിനിറ്റേസിനെ ബ്ലോക്ക് ചെയ്യുന്നത്. സക്സിനിക് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നത് എന്തിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്? മാലോനേറ്റിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ക്രബ് സൈക്കിളുമായിട്ട് ഒരു ലിങ്കും ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ആൻസേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കുറെ പേർക്കൊക്കെ ആൻസർ കിട്ടിയെന്ന് പറയുന്നു, കുറെ പേർക്കൊന്നും ഇതിന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു എന്നും പറയുന്നു. സോ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. The carbon-carbon bond distance for single bonded carbon such as those in saturated fatty acyl chain is about 1.5 angstrom. Estimate the length of a single molecule of palmitate in its fully extended form എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മളിവിടെ എന്താ അപ്പൊ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സിംഗിൾ പാൽമിറ്റേറ്റിന്റെ ആ ഒരു എക്സ്റ്റെൻഡഡ് ഫോമിലെ ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആകെ തന്നിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇതിലെ കാർബൺ അല്ലെ സിംഗിൾ ബോണ്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ബോണ്ടഡിലെ കാർബൺ ദൂരം എന്ന് പറയുന്നത് എന്താണ്? 1.5 ആങ്സ്ട്രം ആണെന്നുള്ള ഒരൊറ്റ ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഉള്ളൂ. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഇതെങ്ങനെ കൃത്യമായിട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് തന്നിട്ടുള്ള ഒരൊറ്റ ഇൻഫർമേഷൻ ആണ് അവിടെ ഉള്ളത് അല്ലേ? അപ്പൊ ആ ഒരു ഒറ്റ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഒരൊറ്റ ഇൻഫർമേഷൻ എന്താണ്? കാർബൺ സിംഗിൾ ബോണ്ടിന്റെ ഡിസ്റ്റൻസ് അല്ലേ? കാർബൺ സിംഗിൾ ബോണ്ടിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആങ്സ്ട്രോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരുടെ? പാൽമിറ്റിക് ആസിഡിന്റെ ആണ് അല്ലേ? അതിന്റെ ഫോർമുല അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് ഇതിലേക്കൊന്ന് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ എത്ര കാർബൺ ഉണ്ടെന്നെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പൊ പാൽമിറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ C6H32O2 എന്നുള്ളതാണ്. അപ്പൊ പാൽമിറ്റിക് ആസിഡ് എന്ന് പറയുന്നത് അതിന്റെ ഫോർമുല അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യായിരുന്നു. ഇത് അറിയാത്തവരെ സംബന്ധിച്ച് ഫോർമുല അറിയണ്ട, എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നെങ്കിലും അറിഞ്ഞിരുന്നവരെ സംബന്ധിച്ച് നമുക്കിത് സ്ഥിരമായിട്ട് ചെയ്യാം അല്ലെ? സിംഗിൾ ബോണ്ടഡ് കാർബൺ ആയിട്ടുള്ള 16 കാർബൺ ആറ്റംസുകൾ എവിടെയുണ്ട്? ഈ പാൽമിറ്റിക് ആസിഡിലുണ്ട്. ഓരോ കാർബണുകൾ തമ്മിലുള്ള ദൂരം എത്രയാണ്? 1.5 ആങ്സ്ട്രം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിത് എങ്ങനെ ചെയ്യാം? ഇതിൽ ടോട്ടൽ 16 കാർബൺ ഉണ്ടല്ലേ? അപ്പൊ 16 കാർബൺ ഉള്ള ഒരു ആസിഡിലെ കാർബൺ ബോണ്ട് എത്ര എണ്ണം കാണും? എത്ര സിംഗിൾ ബോണ്ട് കാണും? 16 എണ്ണം ഉണ്ടെങ്കിൽ എത്ര ബോണ്ട് ആയിരിക്കും കാണുന്നത്? ഈ ഫസ്റ്റ് ബോണ്ട് ലിങ്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ 16 - 1 15 ബോണ്ട് കാണും അല്ലെ? 15 ബോണ്ട് ആയിരിക്കും കാണുന്നത്. അപ്പൊ 16 എണ്ണം ഉള്ളത് കൊണ്ട് ഇതിനകത്ത് എത്ര ബോണ്ട് കാണും? 15 ബോണ്ടുകളായിരിക്കും മൊത്തത്തിൽ നമുക്ക് കാണാൻ. എണ്ണി നിങ്ങൾ കണക്ട് ചെയ്ത് എണ്ണി നോക്കിയാൽ മതി, 15 ബോണ്ടുകൾ കാണും. അപ്പം ആകെ 15 ബോണ്ട് ഉണ്ട്. അതിലെ ഒരെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ്. സോ ടോട്ടൽ എത്രയായിരിക്കും? 15 × 1.5 എന്നുള്ളത് കിട്ടും അല്ലെ? സോ എത്രയാണ്? നമുക്ക് 225 എന്ന് കിട്ടും. പോയിന്റ് മാറ്റി കുത്തിടുമ്പോൾ 22.5 ആങ്സ്ട്രം എന്നുള്ള ആൻസർ കിട്ടും. ഓപ്ഷനിലോട്ട് പോയാൽ നമുക്ക് നോക്കാം അവിടെ ഉണ്ടോ എന്നല്ലേ? അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ആൻസർ ദേ വന്നു, 22.5. വളരെ സിമ്പിൾ അല്ലായിരുന്നോ? ഇപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നില്ല. നമ്മൾ ഒന്നും മെനക്കെട്ടിരുന്നെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ ഈസി ആയിട്ട് കിട്ടും അല്ലെ? അതായത് കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ടഡ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് ഇങ്ങനെ സിംഗിൾ ബോണ്ടഡ് ആയിട്ട് ഇങ്ങനെ 10 കാർബണിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഈ ഒരു സിംഗിൾ ബോണ്ടിലെ കാർബണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 ആങ്സ്ട്രം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് പാൽമിറ്റിക് ആസിഡ് ആണ്. അത് 6H32O6. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും അതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി അല്ലേ? പാൽമിറ്റിക് ആസിഡിനെ സംബന്ധിച്ചിടത്തോളം പാൽമിറ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രയാണ്? 16 ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോ 16 എണ്ണം തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ 16 - 1 15 ബോണ്ടല്ലേ കാണൂ.
15 ബോണ്ട്. 15 ഇൻറ്റു 1.5 ചെയ്ത് കഴിയുമ്പോൾ 225, 22.5 എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? മനസ്സിലായോ? ഇത് പലർക്കും കിട്ടാതെ പോയിട്ടുണ്ട്, പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തതും ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. എ polysaccharide of unknown structure was isolated, subjected to exhaustive methylation and hydrolyzed. Analysis of the product revealed 3 methylated sugar. ഇവിടെ മെത്തിലേഷൻ എഴുതും അല്ലേ? മെത്തൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്ന മെത്തൈലേഷൻ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് 2,3,4 ട്രയോമീഥൈൽ ഡി ഗ്ലൂക്കോസ്, പിന്നെ കിട്ടി 2,4 ഡയോമീഥൈൽ ഡി ഗ്ലൂക്കോസ്, 2,3,4,6 ടെട്രാ ഓമീഥൈൽ ഡി ഗ്ലൂക്കോസ് ഇൻ ദ റേഷ്യോ ഓഫ് 20:1:1. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദ പോളിസാക്കറൈഡ്? ഇതിലെ പോളിസാക്കറൈഡിന്റെ സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. 20:1:1 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് 3 മെത്തിലേറ്റഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ് ഇവിടെ കിട്ടിയത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലേ? ചെയിൻ ഓഫ് 1 to 4 ലിങ്ക്ഡ് ഡി ഗ്ലൂക്കോസ് റെസിഡ്യൂ വിത്ത് ഒക്കേഷണൽ 1 to 6 ലിങ്ക്ഡ് ബ്രാഞ്ച്ഡ് പറഞ്ഞിട്ടുണ്ട്. ചെയിൻ ഓഫ് 1 to 6 ലിങ്ക്ഡ് അല്ലെ? അങ്ങനെ കുറേ ഓപ്ഷൻസുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. അതായത് മെത്തേഡ് ടു ഫൈൻഡ് ഹൗ ഷുഗർ യൂണിറ്റ്സ് അല്ലെ? ഷുഗർ യൂണിറ്റ്സ് എങ്ങനെയാണ് ഒരു പോളിസാക്കറൈഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ളൊരു മെത്തേഡാണ്. അതിൽ എന്ത് ചെയ്യും? എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഫ്രീ ഓക്സിജൻ ഗ്രൂപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫ്രീ ഹൈഡ്രോക്സി ഗ്രൂപ്പ് അല്ലെ? ഫ്രീ ഓയിച്ച് ഗ്രൂപ്പ് ആയിരിക്കും എപ്പോഴും മെത്തിലേഷനിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ മെത്തിലേറ്റഡ് ആവുന്നത്. ഓയിച്ച് ഗ്രൂപ്പ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഓയിച്ച് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യില്ല? മെത്തിലേറ്റഡിൽ പങ്കെടുക്കില്ല, അത് ബോണ്ടിങ്ങിലായിരിക്കും. അപ്പൊ എവിടെയെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഓയിച്ച് ഉണ്ടെങ്കിൽ അതാണ് മെത്തിലേറ്റഡ് ആവുന്നത് അല്ലെ? മെത്തൈലേറ്റഡ് ആവുന്നത്. ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നതിൽ മെത്തിലേഷൻ സംഭവിക്കുകയില്ല. അപ്പം ആഫ്റ്റർ ഹൈഡ്രോളിസിസ് വി ചെക്ക് വിച്ച് OH വെയർ ബ്ലോക്ക്ഡ് അല്ലെ? അപ്പൊ അതിൽ ഈ ഒരു ഹൈഡ്രോളിസിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? നോക്കുകയാണ് ഏതൊക്കെ OH ആണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഫ്രീ OH മാത്രമാണ് എന്ത് ചെയ്യുന്നത്? മെത്തൈലേഷനിൽ പങ്കെടുക്കുന്നത്, അല്ലാത്ത OH പങ്കെടുക്കുന്നില്ല. സോ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ആദ്യത്തെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് 2,3,4 ട്രയോമീഥൈൽ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ കിട്ടിയിട്ടുള്ളത്. അതിൽ OH എന്ന് പറയുന്നത് 2, 3, 4 പൊസിഷനിൽ എന്താണ്? മെത്തൈലേറ്റഡ് ആണ്. അപ്പൊ ഫ്രീ ആയിട്ടുള്ള പൊസിഷൻ ഏതായിരിക്കും? 6th പൊസിഷനിൽ എന്താണ്? ഒരു ഷുഗറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ എന്തില്ല? മെത്തൈലേഷൻസ് ഇല്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ 2, 3, 4. അപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കാർബൺ ആറ്റമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മെത്തൈലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് 2,4-DO മിഥൈൽ ഡി ഗ്ലൂക്കോസ് ആണ് മൈനർ. അപ്പൊ അതിലെന്താണ്? OH C2 പൊസിഷനിലും C4 പൊസിഷനിലുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. C3 എന്തായിരിക്കും? ഫ്രീ ആയിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. അവിടെ C3 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇനി 2, 3, 4, 6 ഉണ്ട് അല്ലെ? ഇതിൽ ഓൾ OH അല്ലെ? എല്ലാ OHും ഫ്രീ ആയതുകൊണ്ട് തന്നെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മെത്തൈലേറ്റഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഷുഗറുമായിട്ടൊന്നും ലിങ്ക് ചെയ്തിട്ടില്ല. ഷുഗർ ടെർമിനലി ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയാൽ മതിയാവും ഇതിന്റെ ആൻസർ കിട്ടാനായിട്ട്. സോ ഇതിന് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1 to 6 ലിങ്ക്ഡ് അല്ലെ? 1 to 6 ലിങ്ക്ഡ് ഡി ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഒക്കേഷണലി 1 to 3 ലിങ്ക്ഡ് ബ്രാഞ്ചസ് വിത്ത് അബൌട്ട് 1 ബ്രാഞ്ച് എവറി റെസിഡ്യൂ. അപ്പൊ ഇതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ടത്. So next question നോക്കാം. Cell membrane is semi-permeable and is responsible for the osmotic and other related phenomena exhibited by living cell is predicted by. സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒന്നും കടത്തിവിടില്ല. ഇറ്റ്സ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ ആണ്. അതുപോലെ തന്നെ ഓസ്മോട്ടിക് ആൻഡ് അതർ റിലേറ്റഡ് ഫിനോമിനേഴ്സ് ഒക്കെ ഈ ലിവിങ് സെല്ലിൽ എക്സിബിറ്റ് ചെയ്യുന്നത് ഇവിടെയാണെന്ന് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണെന്ന് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ആരാണ്? കോൾ W അല്ലേ? കോൾ W നഗേലി ആണ് ഇത് പറഞ്ഞത്. കോൾ നഗേലി ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞത് അല്ലെ? സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്?
സെമി പെർമിബിൾ ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്തു. അതായത് സം സബ്സ്റ്റൻസ് മാത്രമേ അതിലൂടെ കടത്തി വിടുകയുള്ളൂ അല്ലേ, എല്ലാവരെയും കയറ്റി വിടില്ല. ഇപ്പൊ നമ്മളൊരു കോളേജിലേക്ക് പോവുകയാണെങ്കിൽ ആ കോളേജിൽ ID കാർഡ് ഉള്ളവരെ മാത്രമേ കയറ്റി വിടൂ, എല്ലാവരെയും കയറ്റി വിടില്ല. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ഈ സെൽ മെംബ്രെയിനിൽ എല്ലാവരെയും എന്ത് ചെയ്യില്ല, പാസ് ചെയ്യില്ല. ചില മെമ്പേഴ്സിന് മാത്രമേ അതിലൂടെ പാസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ അത് പറഞ്ഞതാരാണ്? കോൾനഗേലിയാണ്. Sixth question. Which among the following are exemplified for mitochondrial inheritance type? ഇതിൽ മൈറ്റോകോൺട്രിയൽ ഇൻഹെറിറ്റൻസ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി ഇൻ പ്ലാന്റ് അല്ലെ, പെറ്റൈറ്റ് ഇൻ ഈസ്റ്റ്, പൊക്കീനസ് ഇൻ ന്യൂറോസ്പോറ. ഇതിൽ ഏതാണ് മൈറ്റോകോൺട്രിയൽ ഇൻഹെറിറ്റൻസ്? അപ്പൊ ആദ്യം എന്ത് മനസ്സിലാക്കണം, എന്താണ് മൈറ്റോകോൺട്രിയൽ ഇൻഹെറിറ്റൻസ് എന്ന് മനസ്സിലാക്കണം. Mitochondrial inheritance is passing of trait encoded in the mitochondrial DNA അല്ലെ. മൈറ്റോകോൺട്രിയൽ DNA-യിൽ നിന്നും ട്രേറ്റുകൾ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈറ്റോകോൺട്രിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും എങ്ങനെയായിരിക്കും, മദർ ടു ഓസ്പ്രിങ് ആയിരിക്കും. ഫ്രം മദർ ടു ഓൾ ഹെർ ഓസ്പ്രിങ്സ്, ബിക്കോസ് നിയർലി ഓൾ മൈറ്റോകോൺട്രിയ ആർ ദെയർ DNA കം ഫ്രം ദി എഗ് സെൽസ് അല്ലെ. അപ്പൊ എന്താണ് മൈറ്റോകോൺട്രിയൽ ഇൻഹെറിറ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേറ്റുകൾ പാസ് ചെയ്യുന്നത് അല്ലെ. ഒരു ട്രേറ്റ് അതായത് ക്യാരക്ടേഴ്സ് ഒരു ജനറേഷൻ ടു വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ പാസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയിൽ പ്രസന്റ് ആയിട്ടുള്ള DNA-യിൽ നിന്നായിരിക്കും. അപ്പൊ ഇത് മെയിൻ ആയിട്ട് മദർ ടു അവരുടെ ഓസ്പ്രിങ്സ് ആയിരിക്കും, അമ്മയിൽ നിന്നായിരിക്കും ഇത് പാസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയൽ DNA എല്ലാം വരുന്നത് എവിടെ നിന്നാണ്, എഗ് സെല്ലിൽ നിന്നാണ്. മൈറ്റോകോൺട്രിയൽ DNA എല്ലാം വരുന്നത് എവിടെ നിന്നാണ്, എഗ് സെല്ലിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മദർ ടു ആണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. സോ സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി ഇൻ പ്ലാന്റ്സ് അതെന്താണ്, മെയിൻ ആയിട്ട് മൈറ്റോകോൺട്രിയൽ ജീൻ മ്യൂട്ടേഷൻസ് വഴിയാണ്. പോളൻ ഡസ് നോട്ട് ഡെവലപ്പ് ചെയ്യാത്തതാണ് അല്ലെ. മെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറയുമ്പോൾ പോളൻ ഡെവലപ്പ് ചെയ്യാത്തതാണ്. അതുപോലെ തന്നെ അതൊരു മൈറ്റോകോൺട്രിയൽ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. പെറ്റൈറ്റ് മ്യൂട്ടേഷൻ ഇൻ ഈസ്റ്റ്, സം ഈസ്റ്റ് സെൽ ഹാവ് ഡിഫക്റ്റീവ് മൈറ്റോകോൺട്രിയ അല്ലെ, സ്മോൾ കോളനീസ് കാണും. അതും എന്താണ് മൈറ്റോകോൺട്രിയ. ചില ഈസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ സ്മോൾ ആയിട്ടുള്ള ഡിഫക്റ്റീവ് മൈറ്റോകോൺട്രിയ ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പം അതും എന്താണ്, ഈ ഒരു മൈറ്റോകോൺട്രിയൽ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. പൊക്കീൻ ന്യൂറോസ്പോറ എന്ന് പറയുന്നത് ഗ്രോത്ത് ഡിഫക്ട് ഡ്യൂ ടു മൈറ്റോകോൺട്രിയൽ DNA മ്യൂട്ടേഷൻ, ഓൾസോ മെറ്റേണലി ഇൻഹെറിറ്റഡ് അല്ലെ. അപ്പം മൈറ്റോകോൺട്രിയൽ DNAക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിക്കുന്ന വഴി ഗ്രോത്ത് ഇൻഹെറിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്, പൊക്കീൻ ന്യൂറോസ്പോറ എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഏതാണ്, 1, 2, 3 അല്ലെ. ഈ പറഞ്ഞിട്ടുള്ള മൂന്നും എന്ത് തന്നെയാണ്, നമ്മുടെ മൈറ്റോകോൺട്രിയൽ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് മൈറ്റോകോൺട്രിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ മദർ ടു ഓസ്പ്രിങ്സ് ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് മൂന്നും മൈറ്റോകോൺട്രിയ വഴി ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. So next question നോക്കാം. Observe the following in terms of individual have a numerical change in part of the genome and the corresponding syndrome. Select the correctly matched pair. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പാടായിക്കോട്ടെ സിമ്പിൾ ആയിക്കോട്ടെ ഏത് വിഭാഗത്തിലും ആയിക്കോട്ടെ ഈ ഒരു സിൻഡ്രോം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരൊറ്റ എക്സാം പോലും കാണില്ല അല്ലെ. എല്ലാ എക്സാംസിനും ഒരു സിൻഡ്രോം മസ്റ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് സിൻഡ്രോം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കിത് കറക്റ്റ് ആയിട്ടുള്ള പ്ലെയറിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് കേട്ടോ. പാറ്റ്യൂ സിൻഡ്രോം ട്രൈസോമി ഓഫ് 14th ക്രോമോസോമിൽ ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഫോം ചെയ്യുന്നത്. ടേർണർ സിൻഡ്രോം ഹൈപ്പോപ്ലോയിഡി, ഡൗൺ സിൻഡ്രോം ട്രൈസോമി ഓഫ് 18, എഡ്വേർഡ് സിൻഡ്രോം ട്രൈസോമി ഓഫ് 21. കറക്റ്റ് പെയറാണ് നമ്മൾ പറയേണ്ടത്. കറക്റ്റ് പെയർ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, പാറ്റ്യൂ സിൻഡ്രോം എന്താ പറഞ്ഞിട്ടുള്ളത്, ട്രൈസോമി ഓഫ് 14 ആണ് അല്ലെ. 14ാമത്തെ ക്രോമോസോമിൽ ഒന്നുകൂടി കൂടുമ്പോഴാണ് പാറ്റ്യൂ സിൻഡ്രോം ഉണ്ടാവുന്നത് ആണോ? അല്ല, ട്രൈസോമി ഓഫ് 13 ആണ്. അപ്പൊ ആ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. അപ്പൊ നമുക്കത് എടുക്കാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് നോക്കിയേ, ഡൗൺ സിൻഡ്രോം വളരെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡൗൺ സിൻഡ്രോം നമുക്കൊക്കെ അറിയാവുന്നതാണ്. 18ാമത്തെ ക്രോമോസോമിലാണോ ഡൗൺ സിൻഡ്രോം? അല്ല, 21 ആണ് അല്ലെ. 21ാമത്തെ ക്രോമോസോമിൽ ഒന്നുകൂടി കൂടുമ്പോഴാണ് എന്ത് നടക്കുന്നത്, ഡൗൺ സിൻഡ്രോം നടക്കുന്നത്. അതുപോലെ തന്നെ എഡ്വേർഡ് സിൻഡ്രോം ആണ് എന്ത്, 18 എന്ന് പറയുന്ന അല്ലെ. എഡ്വേർഡ് സിൻഡ്രോം ആണ് 18th ക്രോമോസോം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി കിടക്കുകയാണ്. പിന്നെ പാലിയേറ്റീവ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ 13th എന്ത് വരുന്നത്, ട്രൈസോമി വരുന്നത്. പിന്നെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ടേർണർ സിൻഡ്രോം അറിയാലോ അല്ലെ. ടേർണർ സിൻഡ്രോം എന്ന് പറയുമ്പം
എന്താണ് നമുക്ക് മോണോസോമി വിഭാഗത്തിൽ പെടുന്നതാണ് അല്ലെ, മോണോസോമി വിഭാഗത്തിൽ പെടുന്നതാണ്. ഹൈപ്പോപ്ലോയിഡിയാണ്. എന്താ അവിടെ നടക്കുന്നത്? 46 ക്രോമോസോമിന് പകരം 45 ക്രോമോസോമേ കാണും. ഒരു എക്സ് ക്രോമോസോം ഫീമെയിൽസിൽ എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? ടേണേഴ്സ് സിൻഡ്രം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഷുവർ ഷോട്ട് എപ്പോഴും ചോദിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും ആയിരുന്നു അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പേര് കണ്ടെത്തണമായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള പേര് കണ്ടെത്താൻ വളരെ സിമ്പിൾ ആണ്. പെലേറ്റ്യൂസ് സിൻഡ്രം നമ്മൾ പറയുന്ന പോലെ 13ാമത്തേതിന്റെ ക്രോമോസോമിന് ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് വരുന്നതാണ് അല്ലെ. ഇതെല്ലാം എന്താണ്? 47 ക്രോമോസോമിലേക്ക് പോകും അല്ലെ. ഒരു ക്രോമോസോം കൂടി ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഡൗൺ ആണെങ്കിൽ 21 ആണ്. എഡ്വേർഡ് സിൻഡ്രം ആണ് 18ാമത്തെ ക്രോമോസോമിൽ വരുന്നത്. പിന്നെ മോണോസോമി. ടേണർ സിൻഡ്രം എന്ന് പറയുന്നത് 45 അല്ലെ, ഹൈപ്പോപ്ലോയിഡിയാണ്. ഒരു ക്രോമോസോമിന്റെ എണ്ണം എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. 46-ൽ നിന്ന് 45-ലേക്ക് ഹൈപ്പോപ്ലോയിഡിയിലേക്കാണ് പോകുന്നത്. ഹൈപ്പർ അല്ല, ഹൈപ്പോയാണ്. ഒരു ക്രോമോസോം നമ്പർ കുറയുക. ബാക്കി എല്ലായിടത്തും എന്താണ്? ക്രോമോസോം നമ്പർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളായിരുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് mRNA സർവൈലൻസ് റെഫർ ടു അല്ലെ. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനും ഇങ്ങനെയായിരുന്നു. അതാണ് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ടൈം നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെ. എല്ലാം വളരെയധികം സ്റ്റേറ്റ്മെന്റ് ലെവലിലായിരുന്നു ചോദിച്ചിട്ടുള്ളത്. സോ mRNA സർവൈലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് നോക്കുന്നതിന് മുമ്പ് എന്താണ് mRNA സർവൈലൻസ് നോക്കാം. mRNA സർവൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു എ സെല്ലുലാർ മെക്കാനിസം ദാറ്റ് മോണിറ്റർ ദ ക്വാളിറ്റി ഓഫ് mRNA മോളിക്യൂൾ അല്ലെ. അപ്പം സർവൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താണ്? നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ mRNA സർവൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ mRNA ഉണ്ടാവുന്ന mRNAയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ബെസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? mRNA സർവൈലൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻ പർപ്പസ് ഈസ് ടു ഡിറ്റക്ട് ആൻഡ് ഡിഗ്രേഡ് അല്ലെ ഫോൾട്ടി mRNA സോ ദാറ്റ് ഓൺലി ഫങ്ഷണൽ പ്രോട്ടീൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പൊ എന്തെങ്കിലും ഫോൾട്ട് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള mRNAs ഉണ്ടോ എന്ന് കണ്ടെത്തുക. കാരണം എന്താണ്? ഈ mRNAയിലാണ് പ്രോട്ടീനെ കോഡ് ചെയ്യാനുള്ള കോഡ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ mRNA പ്രോപ്പർ ആണെങ്കിലേ കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഫങ്ഷണൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യണം. അങ്ങനെ ഫങ്ഷണൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? mRNAയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? mRNA സർവൈലൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോയി നോക്കാം. നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. സെല്ലുലാർ മെക്കാനിസം ദാറ്റ് ഡിറ്റക്ട് ആൻഡ് ഡീഗ്രേഡ് അബറന്റ് ഓഫ് ഫോൾട്ടി mRNA മോളിക്യൂൾ എൻഷുറിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫങ്ഷണൽ പ്രോട്ടീൻ അല്ലെ. നമുക്കിപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു ഡെഫിനിഷൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? ആ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സോ mRNA സർവൈലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോൾട്ടി mRNA കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ്. അതുവഴി നമ്മൾ എന്ത് ചെയ്യാണ്? ഫോൾട്ടി mRNA കണ്ടെത്തി റിമൂവ് ചെയ്തിട്ട് ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻസുകളെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. സോ ബിയും സിയും ഒന്നും പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലേ. നമുക്ക് ഫസ്റ്റ് തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇന്ന് നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻസ് ഒക്കെ ലെങ്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ 8 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.